ഒരിക്കൽ ജമദഗ്നി മഹർഷിയും പത്നി രേണുകാദേവിയും തങ്ങളുടെ പുത്രന്മാരോടൊപ്പം സസുഖം വാഴുകയായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ശൗരശാലിയായ പരശുരാമൻ. ഒരു ദിവസം രേണുകാദേവി നദിയിൽ നിന്ന് ജലമെടുക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ആ നദിയിൽ ഒരു രാജാവ് സ്നാനം ചെയ്യുന്നത് രേണുകാദേവി കാണാനിടയായി. ആ കാഴ്ച അവരുടെ മനസ്സിൽ ഒരു നിമിഷം ചെറു ചലനമുണ്ടാക്കി. ആ നിമിഷം തന്നെ അവരുടെ കയ്യിലിടുന്ന ജലകുടം താഴെ വീണു പൊട്ടി. ആശ്രമത്തിൽ തിരിച്ചെത്തിയ രേണുകാദേവിയുടെ മുഖഭാവം കണ്ടതും മഹർഷി ജമദഗ്നിക്ക് കാര്യം മനസ്സിലായി. തന്റെ ദിവ്യദൃഷ്ടിയിൽ എല്ലാം വ്യക്തമായപ്പോൾ അദ്ദേഹം ക്രോധം പൂണ്ടു. അദ്ദേഹം തന്റെ പുത്രന്മാരെ വിളിച്ചു വരുത്തി മനസ്സുലയ്ക്കുന്ന ഒരു ആജ്ഞ നൽകി. നിങ്ങളുടെ മാതാവിനെ വധിക്കുക. ഈ ആജ്ഞ കേട്ട് പുത്രന്മാർ അമ്പരന്നു. പരശുരാമനൊഴികെ മറ്റാരും ആ കർമ്മം ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. മാതാവിനെ വധിക്കാനോ എങ്ങനെ സാധിക്കും? അവർ പരസ്പരം നോക്കി മടിച്ചു നിന്നു. ഈ അനുസരണക്കേടിൽ മഹർഷിയുടെ കോപം വർദ്ധിച്ചു. എന്റെ ആജ്ഞ ധിക്കരിച്ച് നിങ്ങൾക്ക് ചിന്താശക്തി ആവശ്യമില്ല എന്ന് ശപിച്ച് അദ്ദേഹം അവരെ നിർജീവമായ പ്രതിമകളെ പോലെയാക്കി. അതേസമയം തന്റെ ആശ്രമത്തിലേക്ക് പരശുരാമൻ കടന്നു വന്നു. നടന്നതെല്ലാം അറിഞ്ഞപ്പോൾ ഒട്ടും മടിക്കാതെ അദ്ദേഹം തന്റെ പിതാവിന്റെ ആജ്ഞ ശിരസാ വഹിച്ച് തന്റെ കോടാലി ഉപയോഗിച്ച് മാതാവ് രേണുകാദേവിയുടെ ശിരസറുത്തു. ഈ കാഴ്ച കണ്ടപ്പോൾ മഹർഷി ജമദഗ്നി അത്രയധികം സന്തുഷ്ടനായി. മകന്റെ പിതൃഭക്തിയിലും ആജ്ഞാബദ്ധതയിലും സംപ്രീതനായ അദ്ദേഹം പരശുരാമനോട് പറഞ്ഞു, മകനെ, നീ എന്നെ പ്രസാദിപ്പിച്ചിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചോളൂ. പരശുരാമൻ ഒട്ടും ആലോചിക്കാതെ 2 വരങ്ങൾ ചോദിച്ചു. പിതാവേ, ആദ്യമായി എന്റെ മാതാവ് രേണുകാദേവിക്ക് ജീവൻ തിരികെ നൽകണം. രണ്ടാമതായി എന്റെ സഹോദരങ്ങൾക്ക് അവരുടെ പൂർവ്വസ്ഥിതി തിരികെ നൽകി അവരെ സ്വബോധമുള്ളവരാക്കി മാറ്റണം. മഹർഷി സന്തുഷ്ടനായി ആ വരങ്ങൾ നൽകി. അതോടെ രേണുകാദേവി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും പരശുരാമന്റെ സഹോദരങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. പിതാവിന്റെ ആജ്ഞയെ അനുസരിച്ചതിലൂടെ പരശുരാമൻ തന്റെ മാതാവിനെയും സഹോദരങ്ങളെയും രക്ഷിച്ചു. പരശുരാമന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് പരശുരാം.